എല്ലാവർക്കും നമസ്കാരം. കാസിംബായി ആണ് കേട്ടോ. അപ്പൊ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. കാരണം യൂട്യൂബ് മാമൻ പറഞ്ഞു ഇത് കോപ്പിറൈറ്റ് ആണ് മോനെ, ഇജ്ജ് വേറെ പണി നോക്കിയോന്ന്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ ഇടയ്ക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടായിരുന്നു. അതാണ് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ കാരണം. എന്തായാലും നമ്മളിലേക്ക് ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ വീണ്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാതെ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കൂട്ടുകൂടാനും മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുഴമീൻ മത്സ്യക്കറിയാണ് കേട്ടോ. അപ്പൊ അത് കറുത്ത കരിഞ്ഞ കരിച്ചട്ടി എടുത്തിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് ഇട്ടു, ഉലുവ ഇട്ടു. ഇതെല്ലാം പൊട്ടി വരാൻ വേണ്ടി കുറച്ചു നേരം കാത്തു നിന്നു. പൊട്ടി വരുന്ന സമയത്തേക്ക് ഉമ്മച്ചി അവിടുന്ന് എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും അല്ല, ഇന്നൊരു നോയമ്പ് ദിവസമായിരുന്നു. അപ്പൊ ഉമ്മാക്ക് നോമ്പായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിന്ന് കറി വെക്കാൻ തുനിഞ്ഞത്. കറി വെക്കാനൊക്കെ എന്നോട് പറയുമെങ്കിലും ഉമ്മച്ചി ഇങ്ങനെ കരകരകരാ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവിടെ വലിച്ചിടല്ലേ, ഇത് ഇവിടെ ഇങ്ങോട്ട് എടുത്തരുത്, അതായതെന്നൊക്കെ. എന്തായാലും കടുക് പൊട്ടിയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും മീൻകറി ഉണ്ടാക്കുന്ന ഓരോ രീതിയിലാണ് കേട്ടോ. കീപ്പിളി ചെന്നപ്പോ ഇന്നാണേലും മീനിന്റെ നല്ല വിലയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പുഴമീൻ കണ്ടത്. പുഴമീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ തോട്ടുന്നൊക്കെ പിടിക്കുന്ന പുഴമീനില്ലേ, കുഞ്ഞു കുഞ്ഞു പരലുകള്, മുഷി, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ, അതൊക്കെ പൊരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ്, വാവ്! നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അത്? അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു മീൻ തന്നെയാണ് ഇത്. പക്ഷെ ഇത് കായൽ മീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവരെല്ലാം ചേർത്തിളക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിലോട്ട് ഇവരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ അവരൊക്കെ നന്നായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതാ കുറച്ച് ചെറിയുള്ളിയും സബോളയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. പിന്നെ സോറി, സബോളയല്ല തക്കാളി പറഞ്ഞു മാറിപ്പോയതാണ്. ചെറിയുള്ളിയും തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സബോള വേണ്ട കേട്ടോ. സബോളനെക്കാട്ടിലും മീൻകറിക്ക് എപ്പോഴും ചെറിയുള്ളിയാണ്. ചിലപ്പോൾ ചെറിയുള്ളി തൊലി കളിക്കാനും പൊളിക്കാനൊക്കെ വിഷമമായിരിക്കും. പക്ഷെ കുറച്ചല്ലേ നമുക്ക് വേണ്ടൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി എടുത്തത്. അപ്പൊ എണ്ണയിലോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇങ്ങനെ നല്ല മൂത്ത് സെറ്റായി വന്നപ്പോഴത്തേക്കും മണം വരുന്നുണ്ട് ഗെയ്സ്. അന്നപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തറിയുമോ, ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തു. നല്ല ചൊങ്കുമാണ്, എന്നാ വലിയ എരിവുണ്ടോ ചോദിച്ചാൽ അതും ഇല്ല. അതാണ് നമ്മുടെ കാശ്മീരി ചില്ലിന്റെ ഒരു പ്രത്യേകത. പിന്നെ പേരിന് എന്ന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സുന്ദരമായി ഇളക്കി ഇതിങ്ങനെ യോജിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കൊടൻപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ കൊടൻപുളി എപ്പോഴും വെള്ളത്തിടുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലാട്ടോ ഇട്ട് വെക്കുക. അപ്പൊ പെട്ടെന്ന് അലിഞ്ഞെല്ലാം റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള പുളി എടുത്താൽ മതി. ബാക്കി അവിടെ എടുത്തു വെച്ചാലും പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ 1-2 കഷ്ണം പുളി എടുത്തു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രേവിയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. വെള്ളം നമ്മൾ എപ്പോഴും മീൻ കറിക്കാണെങ്കിൽ ഏത് കറിക്ക് ചേർക്കുമ്പോഴും ഇളം ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇല്ല ഈ വെറും പച്ചവെള്ളം കൊണ്ട് ഒഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ചൂടുവെള്ളമാണ്. കാരണം എനിക്ക് എന്നോട് ഒരു പണ്ടാരി പറഞ്ഞു തന്ന കേട്ടോ, രഹസ്യമാണ് എന്നോട്. അപ്പൊ അത് ഞാൻ നിങ്ങളായിട്ട് ഈ സമയത്ത് വെറുതെ ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പൊ ഇവനെല്ലാം കൂടി തിളച്ച് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീൻ കുട്ടപ്പന്മാരെ ഇട്ട് കൊടുക്കാം. അപ്പൊ മീനൊക്കെ നന്നായി വെട്ടി വൃത്തിയാക്കി ആക്കി എടുത്ത് ഞാൻ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ഇപ്പൊ വോയിസ് കൊടുക്കുന്ന സമയത്തല്ല, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മീന് നല്ല വിലയായിരുന്നു. മത്തിക്കൊക്കെ 300-400 റുപ്യൊക്കെ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പിന്നെ എന്താ പറയാ ഈ ഒരു മീൻ മേടിച്ചു കേട്ടോ. കീപ്പിളി അങ്ങനെ നമ്മുടെ കീപ്പിളിയങ്ങാടിയിലട്ടോ ഈ മീൻ വെട്ടിയത്. കൂടാണ്ട് നമുക്ക് വീടിന്റെ അടുത്ത് കൂടെ ഒക്കെ നല്ല നല്ല മീനും കൊണ്ട് കാക്കമാര് വരും. നല്ല വിലയുള്ള സമയത്ത് അവരെ അങ്ങനെ മീനും കൊണ്ട് വരാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ചട്ടിയും പാത്രം എടുത്തിട്ട് പെണ്ണുങ്ങൾ 50 റുപ്യ 20 റുപ്യക്കൊക്കെ മീൻ തരുമോ ചോദിക്കുമ്പോ അവർക്ക് നഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവർ ആ സമയത്ത് വരാറില്ല കേട്ടോ. എന്റെ അമ്മച്ചിയാണെങ്കിലും അങ്ങനെ പറയലടാ, ഒരു 30 റുപ്യ മീൻ മേടിച്ചു അതിൽ 50 റുപ്യ മേലോട്ട് ഉമ്മ പറയലേ ഇല്ല. പക്ഷെ ഞാൻ എങ്ങനെയായാലും ഒരു 100 റുപ്യ കൈ പിടിച്ചിട്ട് മീൻ ചട്ടിയും പാത്രം എടുത്തിട്ട് മീനിന് പോകാറുള്ളൂ കേട്ടോ. കാരണം അവർക്കത് ശീലാണ്, പട്ടുകൊട്ടയുള്ള ശീലാണ്. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ലോ. നമുക്ക് പിന്നെ അതറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മീനും ഇതെല്ലാം കൂടി സെറ്റായിട്ട് ആവിയിൽ കട്ട ഒരു മണം ഇങ്ങോട്ട് വരുന്നുണ്ട്. വേറെ ലെവല്.
അപ്പൊ ഉമ്മാക്ക് നോമ്പാണ്. കാരണം ഇത് മുഹറത്തിന്റെ ദിവസം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ മേലെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വൈകുന്നേരം പിന്നെ ഞാനും വെച്ച് നോമ്പ് തുറന്നതിന് ശേഷം ഇരുന്ന് ചോറ് വയ്ക്കാൻ ഇരിക്കുന്ന സീനാണ്. ഇപ്പൊ ഞാൻ അതിൽ നിന്ന് നമ്മുടെ ഒരു കഷ്ണം നല്ല മീൻ എടുത്ത് വെച്ചിട്ട് ചോറ് വയ്ക്കാം കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഒരുപാട് പേര് പുതിയ കൂട്ടുകാരുണ്ട്. അപ്പൊ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത്. യൂട്യൂബ് മാമ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ പണി തരുമ്പോ നമുക്ക് സങ്കടം, കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ അല്ലോ. അപ്പം പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. ശിവമോൻ ഒന്ന് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ടാറ്റാ.